ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇഫ്താറിന് പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന സമൂസയാണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. സമൂസ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സമൂസ ഷീറ്റ് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അതുപയോഗിച്ച് ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാളയും 2 മീഡിയം സൈസ് ക്യാരറ്റും അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാ ഗ്രീൻ പീസാണ് ഉള്ളെങ്കിൽ അത് നേരത്തെ തന്നെ കുക്കാക്കി വെച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്കാക്കി എടുക്കാം. പച്ചക്കറിയൊക്കെ ഒരു 1/4 ഭാഗം നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അധികം ഇനി വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സിഡ്സിൻ്റെ സമൂസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ സമൂസ ഷീറ്റും ഇതുപോലെ നമുക്ക് മടക്കി ഒന്ന് എടുക്കാം. ഒരു കോൺ ഷേപ്പിൽ നമുക്ക് മടക്കി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് കൂടി ഫില്ലിങ് വെച്ച് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇനി സൈഡൊക്കെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ ബാറ്റർ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഓരോ സമൂസയായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫസ്റ്റ് സമൂസ ഇടുമ്പോഴത്തേക്കും എണ്ണ എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തേക്കണം. എന്നിട്ട് നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് നമുക്ക് ഓരോ സമൂസയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ സമൂസ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.